ഇവളെ തല്ലാൻ നീ ആരടാ? ആരാണ്? ഇറങ്ങി പോടാ. നീ പോയി മൊഴി മാറ്റി പറയുകയോ അവന്തികയുടെ അടുക്കള പണി ചെയ്യുകയോ എന്ത് വേണേലും ചെയ്തോ. എന്താടാ? എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം. കഴിഞ്ഞ തവണ ഞാൻ വന്നിട്ട് പോയപ്പോ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാ പോയെ. എന്താ നിങ്ങളെ തീരുമാനം? തോന്നുമ്പോ കള്ളു കുടിച്ചിട്ട് കയറി വരാൻ ഇത് വഴിയമ്പലല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അധികം വർത്താനൊന്നും വേണ്ട. എന്താണ് തീരുമാനം എന്ന് മാത്രം അറിഞ്ഞാ മതി. സ്വന്തം കുടുംബത്തിനോടുള്ളതിനേക്കാൾ കൂറ് അങ്ങോട്ടേക്കായി പോയാലോടാ നിനക്ക്, ആ അവന്തികയോട്. അമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? പുകഞ്ഞ പുള്ളി പുറത്ത്. അത് മകനായാലും ശരി ഭർത്താവായാലും ശരി. പറയ്, അവന്തികയുടെ വാലാട്ടി പട്ടിക്ക് എന്ത് തീരുമാനം അറിയണ്ടേ? മര്യാദയ്ക്ക് സംസാരിക്കണം. എന്നെ എടി പൊടി വിളിക്കാൻ താൻ ആരാടോ? അതിനുള്ള മറുപടി നിന്റെ കഴുതി കിടക്കുന്ന ഈ താലി പറയും. ഇതിന്റെ ബലത്തിൽ ഇവിടെ കയറി വന്ന് എന്നോട് അധികാരം കാണിക്കണ്ട. ഇതിനുള്ള അവകാശം ഇനി നിനക്കില്ല. അവന്തികയ്ക്കുള്ള മറുപടി ഞങ്ങൾ കോടതിയിൽ കൊടുത്തോളാം. മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ നോക്കിയേ. മര്യാദയ്ക്ക് നിങ്ങൾ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവന്തികേടത്തേക്ക് അനുകൂലമായിട്ട് കോടതിയിൽ ഞാൻ മൊഴി മാറ്റി പറയും. നിങ്ങൾ മൊഴിമാറ്റി പറയല്ലേ? ആർക്ക് വേണ്ടിട്ടാ നിങ്ങൾ മൊഴിമാറ്റി പറയുന്നേ? നമ്മുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരിയായ അവന്തികയ്ക്ക് വേണ്ടിട്ടോ? ഓർമ്മയുണ്ടോ അച്ഛൻ മരിച്ചത് എങ്ങനെയാണെന്ന്? നമുക്കുള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് നമ്മൾ പിടിച്ചിറക്കി വിട്ടപ്പോ നെല്ലിശ്ശേരി വീടിന്റെ മുറ്റത്ത് കൊഴഞ്ഞു വീണതാ നമ്മുടെ അച്ഛൻ. ആശുപത്രി പോവാൻ ഒരു വണ്ടി തൊടാൻ പോലും അന്ന് അവള് സമ്മതിച്ചില്ല. ചങ്ക് പൊട്ടി മരിച്ച നമ്മുടെ അച്ഛനെ പോലും നിങ്ങൾ മറന്നുപോയല്ലോ. നിങ്ങൾ എന്റെ കൂടെപ്പിറപ്പാണെന്ന് ഓർക്കാൻ പോലും എനിക്ക് നാണക്കേടാ. അറപ്പും വെറുപ്പുവാ. ആ നശിച്ചവളുടെ വക്കാലത്തുമായിട്ട് മേലിൽ ഇങ്ങോട്ട് വന്നേക്കരുത്. കാര്യം അവരെന്റെ ചേച്ചിയാ, പക്ഷേ അവരെ എനിക്കറിയുന്നത് പോലെ നിനക്കറിയില്ല. അവരുടെ ആവശ്യം കഴിഞ്ഞാ കൊന്നു തള്ളി എവിടെങ്കിലും വലിച്ചെറിയും അവര് നിന്നെ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് അതിന് നീ ബുദ്ധിമുട്ടണ്ട. നിനക്കേ അവന്തികേടത്തിയുടെ അസൂയ, മുഴുത്ത അസൂയ. നെല്ലിശ്ശേരി കുടുംബത്തിലെ അവസാനത്തെ ആളിന്റെ മരണമാ അവരുടെ ലക്ഷ്യം. എല്ലാവരെയും അവര് കൊല്ലും. അത് മനസ്സിലാക്കി വരുമ്പോഴേക്കും സന്ദീപ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. അവരൊരു യക്ഷിയാ. നിനക്കറിയത്തില്ലടേ, അവര് ദേവതയാ, ദേവത. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. അടിച്ചതിന്റെ കാരണം ഞാൻ പൊട്ടിക്കും. ഇവിടെ വന്ന് നീ അവക്ക് വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ സ്തുതി പാടുന്നോ? ദേ, ആ അവന്തിക തരുന്ന എല്ലാം കഷ്ടം ചെയ്തോണ്ട് ഞങ്ങളുടെ മുമ്പിൽ കുറയ്ക്കാൻ വന്നാലുണ്ടല്ലോ, ഇതിനൊക്കെ പേര് നീ ചത്തുകളി നാടാ.
ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങിപ്പോ. എടാ പോകാൻ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോ. എന്റെ കൊച്ചിന്റെ അച്ഛൻ മരിച്ചു പോയിന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഇറങ്ങിപ്പോടോ. എടീ, ഇവളെ തല്ലാൻ നീ ആരടാ? ആരാന്ന്? ഇറങ്ങി പോടാ. നീ പോയി മൊഴി മാറ്റി പറയുകയോ അവന്തികയുടെ അടുക്കള പണി ചെയ്യുകയോ എന്ത് വേണേലും ചെയ്തോ. ഇത് നെല്ലിശ്ശേരി സേതുമാധവന്റെ കുടുംബമാ. ഇവിടെ കേറി വന്ന് ഷോ കാണിച്ചാലുണ്ടല്ലോ, നീ രണ്ടു കാലം ഇവിടുന്ന് നടന്നു പോവില്ല. നീ എന്തിയാ എന്നെ കൊല്ലോ? എന്നാ കൊല്ലടാ. നിന്നെ കൊല്ലുന്നതേ ഒരു ചാവാലിപ്പട്ടിയെ കൊല്ലുന്ന പോലെയാ. പക്ഷെ പേ പിടിച്ച നിന്നെ കൊല്ലാതെ ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടില്ലെന്ന് വന്നാ നിന്നെ തീർക്കാനും എനിക്ക് മടിയില്ല. ഇറങ്ങി പോടാ. ഇനി നീയും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. എന്റെ മോളുടെ കഴുത്ത് നീ കെട്ടിയ ഈ താലി വിവാഹമോചനത്തിന്റെ വിധി വരുമ്പോ നിനക്ക് തന്നെ തിരിച്ചു തന്നേക്കാം. എന്നിട്ട് ഇതും കൂടെ കൊണ്ടുപോയി വിറ്റു തൊലച്ച് കള്ളു കുടിച്ചിട്ട് നീ ഏതെങ്കിലും വഴി പോയി വീണ് ചത്തൊടുക്ക്.